കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ താമസിച്ചിരുന്നത് രാജനും ഭാര്യ മീരയും അവരുടെ ഏക മകൻ അപ്പുവുമായിരുന്നു. അവരുടെ കുടുംബത്തിലെ മറ്റൊരു അംഗമായിരുന്നു ഒരു തെരുവു നായ. മഴയുള്ള ഒരു രാത്രിയിൽ വിറച്ചുകൊണ്ട് വീടിന്റെ മുന്നിൽ കിടന്നിരുന്ന ആ കുഞ്ഞു നായയെ അപ്പുവാണ് എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. "അച്ഛാ, ഇതിനെ നമുക്ക് വളർത്താമോ? ഇത് ഒറ്റയ്ക്കാണ്." ആദ്യം രാജൻ സമ്മതിച്ചില്ല. പക്ഷേ ആ കുഞ്ഞു നായയുടെ നിഷ്കളങ്കമായ കണ്ണുകൾ കണ്ടപ്പോൾ അവന്റെ മനസ്സ് മാറി. "ശരി, ഇന്നു മുതൽ ഇത് നമ്മുടെ വീട്ടിലെ അംഗമാണ്." അപ്പു സന്തോഷത്തോടെ ആ നായയ്ക്ക് ടോമി എന്ന് പേരിട്ടു. അന്നു മുതൽ ടോമി ആ വീട്ടിലെ ഒരു മകനായി മാറി. രാവിലെ അപ്പുവിനെ സ്കൂളിലേക്ക് യാത്ര അയക്കും. വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയമാകുമ്പോൾ റോഡരികിൽ കാത്തു നിൽക്കും. ദൂരെ നിന്ന് അപ്പുവിനെ കണ്ടാൽ വാലാട്ടിക്കൊണ്ട് ഓടിയെത്തും. വർഷങ്ങൾ കടന്നുപോയി. ടോമിയും അപ്പുവും വേർപിരിയാൻ പറ്റാത്ത കൂട്ടുകാരായി. ഒരു ദിവസം അപ്പുവിന് കഠിനമായ പനി വന്നു. രാത്രിയിൽ അവന്റെ ആരോഗ്യനില മോശമായി. മഴയും ഇടിയും കാരണം വാഹനങ്ങളൊന്നും ലഭിച്ചില്ല. രാജൻ സഹായം തേടി പുറത്തേക്കോടി. ടോമിയും അവന്റെ പിന്നാലെ. ഗ്രാമത്തിന്റെ അറ്റത്ത് ഒരു ഓട്ടോറിക്ഷ കണ്ടു. രാജൻ വിളിച്ചെങ്കിലും ഡ്രൈവർ ഉറങ്ങുകയായിരുന്നു. ടോമി ഉച്ചത്തിൽ കുരയ്ക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് ഡ്രൈവർ ഉണർന്നു. അങ്ങനെ അപ്പുവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇനി അരമണിക്കൂർ വൈകിയിരുന്നെങ്കിൽ കുട്ടിയെ രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. രാജൻ ടോമിയെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. "നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചവനാണ്." അതിനുശേഷം ടോമിയെ ഗ്രാമം മുഴുവൻ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ സന്തോഷം അധികകാലം നീണ്ടില്ല. രാജന്റെ ജോലി നഷ്ടപ്പെട്ടു. കടങ്ങൾ കൂടി. വീട്ടിലെ അവസ്ഥ മോശമായി. അവസാനം കുടുംബം നഗരത്തിലേക്ക് മാറാൻ തീരുമാനിച്ചു. വാടക വീട്ടിലെ നായയെ വളർത്താൻ പറ്റില്ലെന്ന് വീട്ടുടമ പറഞ്ഞു. അപ്പു കരഞ്ഞു. "അച്ഛാ, ടോമിയെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല." രാജന്റെ കണ്ണുകൾ നിറഞ്ഞു. "മോനെ, എനിക്കും അതാണ് ആഗ്രഹം. പക്ഷേ ഇപ്പോൾ വേറെ വഴിയില്ല." ടോമിയെ ഗ്രാമത്തിലെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഏൽപ്പിച്ച് അവർ നഗരത്തിലേക്ക് പോയി. ടോമിക്ക് ഒന്നും മനസ്സിലായില്ല. അവൻ ദിവസവും പഴയ വീട്ടിലേക്ക് ഓടിവരും. വാതിലിന് മുന്നിൽ ഇരിക്കും. അപ്പുവിന്റെ ചിരിയും വിളിയും കേൾക്കുമെന്ന പ്രതീക്ഷയിൽ. ആ വീട്ടിൽ ഇപ്പോൾ മറ്റൊരാളായിരുന്നു താമസം. എന്നിട്ടും ടോമി ഓരോ ദിവസവും അവിടെ കാത്തിരുന്നു. ഗ്രാമവാസികൾ അവന് ഭക്ഷണം കൊടുക്കുമായിരുന്നു. പക്ഷേ ടോമി അധികം കഴിക്കാറില്ല. അവൻ കാത്തിരുന്ന ഭക്ഷണത്തിനല്ല, തന്റെ കുടുംബത്തിനായിരുന്നു. ഒരു വർഷം കഴിഞ്ഞു. നഗരത്തിൽ രാജന് വീണ്ടും ജോലി കിട്ടി. അവൻ ഗ്രാമത്തിലേക്ക് മടങ്ങി. "നമുക്ക് ടോമിയെ തിരികെ കൊണ്ടുവരാം." അപ്പു സന്തോഷത്തോടെ ചാടി. ഗ്രാമത്തിലെത്തിയപ്പോൾ എല്ലാവരും ഒരു നിമിഷം നിശബ്ദമായി. ഒരു വയോധികൻ പതുക്കെ പറഞ്ഞു, "മോനെ ടോമി, എല്ലാ ദിവസവും നിങ്ങളെ കാത്തിരുന്നു. ഇന്നലെ രാത്രിയും നിങ്ങളുടെ പഴയ വീടിന്റെ മുന്നിലായിരുന്നു." അപ്പുവും രാജനും ഓടിച്ചെന്നു. വീടിന്റെ ഗേറ്റിനരികിൽ ടോമി കിടക്കുകയായിരുന്നു. അവൻ വളരെ ക്ഷീണിച്ചിരുന്നു. അപ്പുവിന്റെ ശബ്ദം കേട്ടപ്പോൾ പതുക്കെ കണ്ണു തുറന്നു. വർഷങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട കുട്ടിയെ കണ്ടപ്പോൾ അവന്റെ വാൽ പതുക്കെ ആടി. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. അപ്പു ടോമിയെ മടിയിലെടുത്തു. "ടോമി, ഞങ്ങൾ വന്നല്ലേ, ഇനി ഒരിക്കലും നിന്നെ വിട്ടുപോകില്ല." ടോമി അപ്പുവിന്റെ കൈ നക്കി. രാജന്റെ മുഖത്തേക്ക് നോക്കി. മീരയുടെ ശബ്ദം കേട്ടു. അവന്റെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ നിറഞ്ഞു. വർഷങ്ങളായി കാത്തിരുന്ന കുടുംബം വീണ്ടും അവന്റെ മുന്നിലുണ്ടായിരുന്നു. ആ നിമിഷം ടോമി പതുക്കെ കണ്ണുകളടച്ചു. അവന്റെ ശ്വാസം നിലച്ചു. അവൻ മരിച്ചില്ല. തന്റെ കുടുംബത്തെ അവസാനമായി കണ്ട സന്തോഷത്തോടെ ശാന്തമായി ഉറങ്ങിപ്പോയി. അപ്പുവിന്റെ കരച്ചിൽ ഗ്രാമം മുഴുവൻ മുഴങ്ങി. "ടോമി ഒരു ദിവസം കൂടി കാത്തിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാമായിരുന്നു." ഗ്രാമത്തിലെ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ടോമിയെ അവർ പഴയ വീടിന്റെ മാവിൻ മരത്തിന്റെ ചുവട്ടിൽ അടക്കം ചെയ്തു. അവിടെ ഒരു ചെറിയ കല്ലിൽ ഇങ്ങനെ എഴുതി, "അവസാന ശ്വാസം വരെ തന്റെ കുടുംബത്തെ കാത്തിരുന്ന വിശ്വസ്തനായ ടോമി." വർഷങ്ങൾക്ക് ശേഷം അപ്പു വളർന്ന് ഒരു മൃഗഡോക്ടറായി. ഒരു തെരുവു നായും അവൻ അവഗണിച്ചില്ല. കാരണം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്നേഹം നൽകിയതും ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ചതും ഒരു നായയായിരുന്നു. ഗുണപാഠം: മനുഷ്യർ പലപ്പോഴും സാഹചര്യങ്ങൾ കാരണം വേർപിരിയാം. പക്ഷേ ഒരു നായയുടെ സ്നേഹത്തിന് നിബന്ധനകളില്ല. അത് പണത്തിനോ സ്ഥാനത്തിനോ വേണ്ടിയല്ല. ഒരിക്കൽ അത് നിങ്ങളെ സ്വന്തം കുടുംബമായി സ്വീകരിച്ചാൽ അവസാന ശ്വാസം വരെ ആ സ്നേഹം അതുപോലെ നിലനിൽക്കും.